ജീവിത പ്രയാസങ്ങളോട് പൊരുതി വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിനികളായ സഹോദരങ്ങൾ ഗൗരിക്കും ശരണ്യയ്ക്കും സ്വന്തമായ വീടിന്റെ താക്കോൽ കെ.സി. വേണുഗോപാൽ എം.പി. കൈമാറി. LED ബൾബ്, ട്യൂബ് ലൈറ്റ് നിർമ്മാണ സംരംഭം നടത്തി വന്നിരുന്ന ഇവരുടെ കഷ്ടത നിറഞ്ഞ ജീവിതം മാധ്യമ വാർത്തകളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇവരെ സന്ദർശിച്ച കെ.സി. വേണുഗോപാൽ നൽകിയ ഉറപ്പായിരുന്നു ഇവർക്കൊരു വീടെന്നത്. വാടക വീട്ടിൽ LED ബൾബ്, ട്യൂബ് ലൈറ്റ് എന്നിവ നിർമ്മിക്കുന്ന സംരംഭം തുടങ്ങി ജീവിത പ്രയാസങ്ങളിലൂടെ കടന്നുപോയിരുന്ന ഗൗരിക്കും ശരണ്യയ്ക്കും പുതിയ വീടിന്റെ താക്കോൽ കെ.സി. വേണുഗോപാൽ എം.പി. കൈമാറി. ഇവരുടെ ജീവിതത്തെക്കുറിച്ച് വന്ന മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ എം.പി. ഇവിടെ സന്ദർശനം നടത്തിയായിരുന്നു. തുടർന്ന് നൽകിയ ഉറപ്പിലായിരുന്നു ഇവർക്ക് വീടൊരുക്കിയത്. പരിക്കേറ്റ പിതാവ് വിജി ഗവേഷിന്റെ ശസ്ത്രക്രിയയും തുടർ ചികിത്സകളും സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി കാരണം കുടുംബത്തിന്റെ വീട് പണി നിലച്ചിരുന്നു. വരുമാനമാർഗമെന്ന നിലയ്ക്കാണ് 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലുമായി പഠിച്ചിരുന്ന ഈ സഹോദരിമാർ LED ബൾബ്, ട്യൂബ് ലൈറ്റ് നിർമ്മാണ സംരംഭം ആരംഭിച്ചത്. പിതാവിൽ നിന്നാണ് ഈ തൊഴിൽ കുട്ടികൾ പഠിച്ചത്. നിർമ്മിക്കുന്ന ബൾബുകൾ കടകളിൽ എത്തിച്ച് ലഭിക്കുന്ന വരുമാനം മാത്രമായിരുന്നു കുടുംബത്തിന്റെ ആശ്രയം. സ്വന്തമായി വീടില്ലെന്നും ആകെയുള്ള പുരയിടം ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൽ പണയത്തിലാണെന്നും കുടുംബം കെ.സി. വേണുഗോപാൽ എം.പിയെ ധരിപ്പിച്ചിരുന്നു. തുടർന്ന് കെ.സി. വേണുഗോപാൽ എം.പി. ബോബി ചെമ്മണ്ണൂരുമായി സംസാരിക്കുകയും വലിയ തുകയാണെങ്കിലും അതൊഴിവാക്കി സ്ഥലം വിട്ടു നൽകിയാൽ വീട് നിർമ്മിച്ച് നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ ആവശ്യം അംഗീകരിച്ച ബോബി ചെമ്മണ്ണൂർ മറ്റ് തടസ്സങ്ങൾ ഉന്നയിക്കാതെ സ്ഥലം വായ്പ ഒഴിവാക്കി രേഖകൾ കൈമാറി. ഇതോടെ സുമനസ്സുകളുടെ സഹകരണത്തോടെ കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ വീട് പണി പൂർത്തിയാക്കി ഗൗരിക്കും ശരണ്യയ്ക്കും കൈമാറുകയായിരുന്നു. ബഹുമാനപ്പെട്ട എം.പി. കെ.സി. വേണുഗോപാൽ ഇതിനിടപെട്ട് പ്രവർത്തിച്ചു. മാത്രമല്ല, നമ്മുടെ മലങ്കര മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ള എമൗണ്ട് 17 ലക്ഷം രൂപ അത് ഒഴിവാക്കി കൊടുക്കണം, എങ്കിൽ ഇവിടെ ഒരു വീട് വരും, ബാക്കി പൈസ എം.പി. കൂട്ടി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി ഇവർക്ക് വേണ്ടി നമ്മളോട് അഭ്യർത്ഥിക്കാനും കൂടാതെ വീടുണ്ടാക്കാനും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചത് മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതുപോലെ നടത്തി വരുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഈ വേൾഡ് കപ്പിന്റെ അന്ന് ഇവിടെ എത്താൻ കാരണം. തീർച്ചയായിട്ടും നന്ദി. നല്ല നാട്ടുകാരാണ്. ഇതിനോട് ചേർന്ന് പ്രവർത്തിച്ച ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. CDNet ന്യൂസ്, കായംകുളം.